തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നൊരു വാർത്ത ഇന്ന് പുറത്തുവന്നു. പനങ്ങാട്ടേല ഡിവിഷൻ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ശാലിനിയാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ശാലിനിക്കെതിരെ RSSും സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതിൽ മനം നൊന്താണ് ആത്മഹത്യാശ്രമം എന്നാണ് ആരോപണം. RSS പ്രാദേശിക നേതൃത്വം പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് ശാലിനി പറഞ്ഞു. എന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരിക്കുമായിരുന്നു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാ തീരുമാനമായിരിക്കുമായിരുന്നു. അപ്പോൾ സംഘത്തിന്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എന്നോടും എൻ്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പാർട്ടിയെ പ്രഷർ ചെയ്യുകയും ചെയ്തിരുന്നു. പോരാത്തതിന് എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ മനോവിഷമത്തിലാണ് ഞാനത് ശ്രമിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഏതായാലും ആശുപത്രിയിൽ നിന്ന് അവർ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇവിടെ തീർച്ചയായും ബി.ജെ.പി. നേതൃത്വം ഇവിടെ വീണ്ടും പ്രതിരോധത്തിലാകുന്ന കാഴ്ച. തുടർച്ചയായി 2 സംഭവങ്ങൾ എന്നുള്ളിടത്ത് എന്താണ് നേതൃത്വത്തിന്റെ പ്രതികരണം? ശാലിനി കൂടുതലായി വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ? അനുജ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്ന, വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന 2 വാർത്തകളാണ്. ഒന്ന് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയും, 2 നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിലെ ശാലിനിയുടെ ആത്മഹത്യാശ്രമവും. ഈ 2 വിഷയങ്ങളും ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ അല്പസമയത്തിനുള്ള ഔദ്യോഗിക പ്രതികരണം നടത്തും ബി.ജെ.പി. ജില്ലാ നേതൃത്വം എന്നുള്ളതാണ് അല്പസമയം മുൻപ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന വിവരം. നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നെടുമങ്ങാട് സംഭവത്തിൽ ഈ ശാലിനി അത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ പനങ്ങോട്ടേല എന്ന് പറയപ്പെടുന്ന വാർഡിലെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല സജീവ ബി.ജെ.പി. പ്രവർത്തകയാണ്. ഈ മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറി കൂടിയാണ് ശാലിനി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ വാർഡ് കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടത്തുകയും അവിടെ സജീവ പ്രചരണ പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് പ്രാദേശിക RSS നേതൃത്വം ഈ ശാലിനിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വിയോജിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിർത്തുന്ന കാര്യമൊക്കെ പരിഗണിക്കുന്നതും അത് തീരുമാനിച്ചു വരുന്നതും. ഇതിന്റെ മനോവിഷമം ശാലിനിക്കുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇത് അവരുടെ ബന്ധുക്കളോട് ശാലിനി വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് രാത്രി 10 മണിയോട് ഹാളിൽ ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് പറയുന്ന ശാലിനി പിന്നീട് മകൻ കാണുന്നത് രാത്രി 1 മണിക്ക് ഹാളിൽ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് അല്പസമയം മുമ്പ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. 8 തുന്നലുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഇക്കാര്യത്തിൽ ശാലിനി തന്നെ ഒരു പ്രതികരണം നടത്തി. അത് RSSന്റെ പ്രാദേശിക നേതൃത്വത്തിനെതിരെയാണ്. അതായത് താൻ ആ വാർഡിൽ മത്സരിക്കുന്നതിനെതിരെ RSSന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ചില നേതാക്കൾ അവർ ചില ഇടപെടൽ നടത്തി. മാത്രമല്ല തനിക്കെതിരെ അപവാദ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാർഡിനകത്തും വാർഡിന് പുറത്തും പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. വ്യക്തിഹത്യ നടത്തി. മാത്രവുമല്ല തനിക്കും കുടുംബത്തിനുമെതിരെ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അവർ തീർത്തു. അതിലെ മനോവിഷമത്താൽ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് ശാലിനി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത് ആ ഭാഗത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ ഇത് സംസാരവും ചർച്ചാ വിഷയമായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിൽ ജില്ലാ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അല്പസമയത്തുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതാണ് ശാലിനിയുടെ പ്രതികരണം. അവർ ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ബി.ജെ.പിയുടെ നേതൃത്വത്തിന്റെ വിശദമായ തന്നെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.